സമുദ്രയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ വലിപ്പവും പ്രഹരശേഷിയുമുള്ള ഭീമൻ കപ്പലുകളായിരുന്നു എന്നും വിജയത്തിന്റെ അളവുകോലുകൾ. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന് നെടുംതൂണായ ഹോർമുസ് കടലിടുക്കിൽ ഈ ധാരണകൾ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അത്യാധുനിക വിമാനവാഹിനി കപ്പലുകളെയും ഡിസ്ട്രോയറുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾ ആഗോള നാവിക ശക്തികൾക്ക് പുതിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഭൂപ്രകൃതിയും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യുദ്ധതന്ത്രമാണ്. ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാത തടസ്സപ്പെട്ടാൽ ആഗോള സമ്പദ് വ്യവസ്ഥ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നടിയും. അമേരിക്കൻ പാശ്ചാത്യ രാജ്യങ്ങളും ഈ പാതയുടെ സുരക്ഷയിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അതുകൊണ്ടാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കടലിടുക്ക് അവരുടെ സ്വാഭാവികമായ പ്രതിരോധ കോട്ടയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അന്താരാഷ്ട്ര നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ മടിക്കാറില്ല. പരമ്പരാഗത യുദ്ധക്കപ്പലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ ബോട്ടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവയുടെ ശക്തി ഇരുമ്പിലോ വലിപ്പത്തിലോ അല്ല, മറിച്ച് അവയുടെ പ്രവർത്തന രീതിയിലാണ്. നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഒരേ സമയം പല ദിശകളിൽ നിന്നും ഒരു വലിയ കപ്പലിനെ ആക്രമിക്കുന്ന രീതിയാണിത്. ഒരു തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ ഏത് അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും ഈ രീതി ആശയക്കുഴപ്പത്തിലാക്കും. ഒരേ സമയം ഇത്രയും അധികം ലക്ഷ്യങ്ങളെ നേരിടാൻ ഭീമൻ കപ്പലുകൾക്ക് പ്രായോഗികമായി പ്രയാസമാണ്. മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടുകൾ ഇതിന്റെ പക്കലുണ്ട്. ഇത് ശത്രുവിന്റെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. ടോഡർ ക്ലാസ് പോലുള്ള ബോട്ടുകളിൽ ദൂരപരിധിയിലുള്ള കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈലുകളുണ്ട്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇവയുടെ പ്രഹരശേഷി ഭീകരമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂപ്രകൃതി ഇറാനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹവുമാണ്. ആഴം കുറഞ്ഞ ഉൾക്കടലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ തീരപ്രദേശങ്ങളും ഇറാന്റെ ബോട്ടുകൾ കുളിത്താവളങ്ങൾ ഒരുക്കുന്നു. വലിയ യുദ്ധക്കപ്പലുകൾക്ക് ഈ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ ചെറിയ ബോട്ടുകൾക്ക് തീരത്തോട് ചേർന്ന് സഞ്ചരിക്കാനും പെട്ടെന്ന് ആക്രമിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും സാധിക്കും. ഭൂപ്രകൃതിയെ എങ്ങനെ പ്രതിരോധത്തിന്റെ ഭാഗമാക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാന് വലിയ യുദ്ധക്കപ്പലുകളോ വിമാനങ്ങളോ വാങ്ങാനോ നിർമ്മിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ ഇറാൻ ഒരു അവസരമാക്കി മാറ്റി. വലിയ ആയുധങ്ങൾക്ക് പകരം കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്നതും എന്നാൽ ഫലപ്രദവുമായ ചെറിയ ബോട്ടുകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ ശത്രുവിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിന് ഇറാൻ ലോകത്തിന് നൽകുന്ന പാഠമാണിത്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും തുടർന്ന് അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധവും ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ നീക്കങ്ങൾ. എന്നാൽ ഹോർമുസിൽ തങ്ങളുടെ ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളെ വിന്യസിച്ചുകൊണ്ട് ഇറാൻ ഇതിന് കൃത്യമായി മറുപടി നൽകുന്നു. ഇറാന്റെ ഈ നീക്കം ലോകത്തിലെ മറ്റ് നാവിക ശക്തികളെയും പുനർചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക തികവുള്ള ഒരു വലിയ കപ്പലിനേക്കാൾ ഫലപ്രദമായി ചിലപ്പോൾ ചെലവ് കുറഞ്ഞ നിരവധി ചെറിയ ബോട്ടുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഹോർമുസ് തെളിയിക്കുന്നു. ഇത് യുദ്ധതന്ത്രങ്ങളിലെ അസിമെട്രിക് വാർഫെയർ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ശക്തനായ ശത്രുവിനെ അവരുടെ തന്നെ രീതിയിൽ നേരിടാതെ അവർക്ക് പരിചിതമല്ലാത്ത രീതിയിലൂടെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഹോർമുസിലെ സംഘർഷം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, ഇത് ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ സഖ്യകക്ഷികളും തങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്കാനുള്ള ഇറാന്റെ കരുത്ത് ഈ ബോട്ടുകളിലാണ്. ഓരോ തവണയും അമേരിക്കൻ കപ്പലുകൾക്ക് സമീപം ഇറാന്റെ ബോട്ടുകൾ വട്ടമിട്ട് പറക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ഞങ്ങളുടെ അതിർത്തിയിൽ ഞങ്ങളാണ് നിയമം നിശ്ചയിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഇറാൻ സ്വീകരിക്കുന്ന ഈ നിലപാട് പല രാജ്യങ്ങൾക്കും ഒരു പ്രതീകമാണ്. വമ്പൻ ശക്തികളുടെ നിബന്ധനകൾക്ക് വഴങ്ങാതെ സ്വന്തം സുരക്ഷാ മാർഗങ്ങൾ കണ്ടെത്താൻ ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ടെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇന്ന് പ്രതിരോധത്തിന്റെ പുതിയ കഥകളാണ് പറയുന്നത്. വലിപ്പം മാത്രം ശക്തിയല്ലെന്നും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് ഏതൊരു വൻ ശക്തിയെയും പ്രതിരോധിക്കാമെന്നും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വെറും സൈനിക ഉപകരണങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വ ആധിപത്യത്തിനെതിരെയുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. ഭാവിയിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അത്യാധുനിക ആയുധങ്ങളെക്കാൾ കൂടുതൽ നിർണായകമാവുക ഇറാന്റെ ഈ ഗറില്ല നാവിക തന്ത്രങ്ങളായിരിക്കും. ഹോർമുസിലെ ഈ പോരാട്ടം അവസാനിക്കുന്നത് എവിടെയായാലും ലോക നാവിക ചരിത്രത്തിൽ ഇറാന്റെ ഈ തന്ത്രങ്ങൾ എന്നും ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല.